ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജുസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യാൻ പോകുന്നത് വാനില സ്പഞ്ചാണ് കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പഞ്ച് തന്നെയാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു കപ്പ് മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. സ്പൂണിൽ അങ്ങോട്ട് കോരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് ലെവലാക്കിയ ശേഷം സ്പൂണിൻ്റെ തുമ്പത്ത് വെച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് വടിച്ചങ്ങ് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു കപ്പ് മൈദാമാവ് കിട്ടും. ഇനി അത് നമുക്ക് അരിപ്പയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അതും അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ പേപ്പർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടിന്ന് ഇവിടെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി സ്ക്വയറായിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ടിന്നിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെ നമുക്ക് 4 ആക്കിയിട്ട് മടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിനെ തിരിച്ചും കൂടി മടക്കിയിട്ട് ഒന്ന് കോണ് പോലെ ആക്കാം. എന്നിട്ട് സെൻറ്റർ ഭാഗം വെച്ചിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്താം. ഇനി ഇതിൽ നിന്നും 1 ഇഞ്ച് ഇറക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് ഈ ബട്ടർ പേപ്പറും കൂടി അതിൻ്റെ മേത്തങ്ങ് വെച്ച് കൊടുക്കാം. എണ്ണ ഓവറായിട്ട് അങ്ങോട്ട് തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തടവി കൊടുത്താൽ താഴേക്കൊന്ന് മുരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് തടവി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പത വന്ന ശേഷം അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടവിട്ടിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സ്പഞ്ച് കിട്ടുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നാരങ്ങാനീര് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലെമൺ ചേർക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ധൈര്യത്തോടെ ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറേശ്ശെ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ടിന്നിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 40 തൊട്ടിട്ട് 45 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളുടെ ഇവിടെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത ശേഷം മാത്രം അതൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്പഞ്ച് അത്രയും സോഫ്റ്റാണ്. ഇതിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ അഞ്ജുസ് കുക്കിംഗ് ചാനലിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും. അതിൽ ഓൾ എന്ന ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.